എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മുറുകെ പിടിച്ചോ കൂട്ടുകാരാ, മഹാനായ ഖുത്ബുൽ ആലമീനെ മുറുകെ പിടിച്ചോ പെങ്ങളെ. നിങ്ങളെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണുനീരുകൾക്ക്, നിങ്ങളെ പ്രതിസന്ധികൾക്ക്, നിങ്ങളെ പ്രയാസങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, പട്ടിണികൾക്ക്, ദാരിദ്ര്യങ്ങൾക്ക്, നിങ്ങളെ കടങ്ങൾക്ക്, നിങ്ങളെ വിഷമങ്ങൾക്ക്, മനസ്സിന്റെ അകത്ത് നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾക്ക് പരിഹാരമാണ് ശൈഖുനാ സിഎം വലിയുള്ളാഹ്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഇത് കുറച്ച് ആളുകൾ അവർ ഫോണിലൂടെ ആയിട്ടും നേരിട്ടും അതല്ലാതെ വാട്സപ്പ് മെസ്സേജുകളിലൂടെ, വോയിസ് മെസ്സേജുകളിലൂടെയൊക്കെ പറയാറുണ്ട്, CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവിയെ നിങ്ങൾ വളരെ മോശമായിക്കൊണ്ട് പറയാറുണ്ട്, നിങ്ങളതൊന്ന് നിർത്തണം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വരാറുണ്ട്. ഇന്നേ വരെ ഈ പറഞ്ഞ ആളുകളെ, ഈ പറയപ്പെട്ട ആളുകൾ പറയുന്നതിന് വിരുദ്ധമായിക്കൊണ്ട് നമ്മളൊന്നും പുതിയതായിട്ട് കണ്ടെത്തി പറഞ്ഞിട്ടില്ല. പിന്നെ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ ഇത് നിർത്താത്ത കാലത്തോളം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അറിവിൻ നിലാവ് എന്ന് പറയുന്ന ഓൺലൈൻ ആത്മീയ വാണിഭം നടത്തുന്ന സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന ഇത് ഇയാൾ കുറച്ച് വർഷങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചതാണ്. ഇയാൾ പറയുന്നത്, നിങ്ങൾക്കെന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, നിങ്ങൾക്കെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ CM മടവൂരിനെ വിളിച്ചോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ്. നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് വിളിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള ആളുകൾ വന്നുകൊണ്ട് ഇങ്ങനെ CMനെ വിളിച്ചോ, CMനോട് പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോൾ നമുക്കത് കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇത് മാത്രമാണോ പ്രിയമുള്ളവരെ, ഈ പകര മുഹമ്മദ് ഹസനിയെ പോലെയുള്ള ആളുകൾ CMനെ ഇല്ലാ കഥ പറഞ്ഞുകൊണ്ട്, CM പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കഥകളും പറയാറുള്ളത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും, അന ഖുത്ബുൽ ആലം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞതായി വൈലത്തൂര് പാപ്പ എന്നോട് പറഞ്ഞു, അത് മൗലിദിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും, അന ഖുത്ബുൽ ആലം. അപ്പോ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ നാവ് കൊണ്ട് പലപ്പോഴായി ഖുത്ബുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈലത്തൂര് പാപ്പ എപ്പോഴും ഖുത്ബുൽ ആലം എന്നാണ് പറയാറുള്ളത്. വൈലത്തൂര് പാപ്പയെ എന്നെ ഏൽപ്പിച്ച് എന്നെ വൈലത്തൂര് പാപ്പാനോട് ബന്ധപ്പെടാനാണ് പറഞ്ഞത്. അവര് പോകുന്ന വഴിയിലൂടെ പോകാനാണ് എന്നോട് പറഞ്ഞത് CM വലിയുള്ളാഹ്. അതുകൊണ്ട് ഞാനും വിദ്യാർത്ഥികളെ കൂട്ടത്തിൽ ഖുത്ബുൽ ആലം എന്ന് പറയാറുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവി അയാൾ സ്വയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുത്ബുൽ ആലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് സുഖമല്ല എന്ന് മനസ്സിലാക്കുക. ഇത് CMനെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. ഇത് പകരം മുഹമ്മദ് ഹസനിയെ പോലെ, സഫ്വാൻ സഖാഫിയെ പോലെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തലയിൽ പൊറാട്ടക്കെട്ടും കെട്ടി നടക്കുന്ന മുസ്ലിയാക്കന്മാർ പറയുന്ന ഈ പച്ചക്കളവുണ്ടല്ലോ, അത് തിരുത്തുവാൻ CM അതൊന്നും അല്ല എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ഇത് നമ്മൾ മാത്രമല്ല പറയുന്നത്, ഇവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിയാക്കന്മാരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പേരോട് പറയുന്നത് നിങ്ങൾ കേട്ടോക്കൂ. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദ് തന്നെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ. ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സർഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേരോട് ഇപ്പം എന്താ പറഞ്ഞത്? ഈ CMനെ ഇല്ലാത്ത കുറേ വമ്പും പറഞ്ഞിട്ട്, വീമ്പും പറഞ്ഞിട്ട്, കരിമ്പൊള്ളും പച്ചനൊണിയും പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇങ്ങനെ പൊക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പറയാൻ, നമുക്ക് പറയാൻ പാടില്ല എന്നാണോ? CM എന്ന് പറഞ്ഞാൽ മാനസിക രോഗത്തിൻ്റെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ പകര പറഞ്ഞത് CMനെ ഖുത്ബുൽ ആലെന്ന് മൂപ്പരനെ പറഞ്ഞു. അപ്പം ഞാനും അങ്ങനെ പറയേണ്ടതെന്നാണ് പറഞ്ഞത്. എന്നാൽ CMന് മാനസിക രോഗമായിരുന്നു, ഖുത്ബുൽ ആലമെന്ന് അങ്ങനെ പറയില്ല, ഞാൻ പറയില്ല എന്ന് പൊന്മളയാണ് പറഞ്ഞിട്ടുള്ളത്. കേട്ടോ നിങ്ങൾ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. CM വലിയുള്ളാഹിയെ കുറിച്ച്
അവർ കുത്തുബുല്ലാലമാണെന്ന് അവർ തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമല്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്താവുക പറഞ്ഞു തന്നെ. അപ്പൊ അതും പറഞ്ഞു ഓരോരാള് മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നും ഇല്ല എന്ന് പറഞ്ഞു മൂപ്പര്. ഞാവും ജതുബിലാവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്നെ പറ്റി ചിലർ പറയും ആ മൂപ്പര് മടവൂരിനെ അംഗീകരിക്കൂല. ഞാൻ മടവൂരിന് നേരത്തെ ബന്ധമുള്ള ആളാണ്. പല ബന്ധവും എനിക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അസർവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൂപ്പരെ പറ്റി കുത്തുബുല്ലാലം എന്ന് പറഞ്ഞ് ഞാൻ പറയില്ല. അതപ്പോ പറഞ്ഞു നല്ല വിലായത്ത് അംഗീകരിക്കുകയല്ല. കുത്തുബുല്ലാലം എന്നാണ് മൂപ്പരുടെ പേര്. ആരാണ്? അതാ മൂപ്പർ മൊത്തമായിരുന്നു. പൊന്മളിനോട് രണ്ട് മുസ്ലിയാർ കുട്ടികൾ അവർ വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാണ് CM മജ്ദൂബ എന്നാണ് പറഞ്ഞത്. മജ്ദൂബ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗി, പീരാന്തൻ എന്നുള്ളതാണ്. മജ്ദൂബിന് വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അർത്ഥമൊന്നുമില്ല. ഈ മജ്ദൂബ് എന്നുള്ള അറബി വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മജ്നൂൻ എന്നും പറയുകയെ. അങ്ങനെ മജ്നൂൻ എന്ന് ഇവർ പറയാറില്ല. മജ്ദൂബ്, ഫന അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. അതായത് ജദുബിൻ്റെ ഹാലാണെന്ന്. ജദുബിൻ്റെ ഹാൽ എന്താണ്? പീരാന്തിൻ്റെ ഹാല്. അപ്പോൾ ഓലിക്കത് അങ്ങനെ പറയാം. ഓല അറബിയിലോട്ട് പറഞ്ഞു പോകും. നമ്മളൊന്ന് മലയാളത്തിൽ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം വരാനുള്ളത്? ഈ CMനെ പേരോട് പറഞ്ഞത് എന്താണ്? പ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? വലിയ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു. അത് ഈ ഡ്രൈവർ കാണാൻ പൈസ എവിടെ? പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന CM ഒന്നും മിണ്ടുന്നില്ല. ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ്. മഹാന്മാരിൽ പലതരക്കാരുണ്ട്. മഹാന്മാരിൽ ബുദ്ധി മറഞ്ഞുപോയ ചില ആളുകളുണ്ട്. ചില സമയത്ത് അവരുടെ ബുദ്ധി മറിഞ്ഞിരിക്കും. അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്നാ പറയാം. അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഉഖലാഉൽ മജാനി എന്ന് പറയും. ഉഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ പറയുമ്പോൾ നമുക്കത് വ്യക്തമായിക്കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ. മജ്ദൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതും വലിയ എന്തോ ദർജയാണെന്ന്. അല്ല, മജ്നൂൻ തന്നെ. മജ്നൂനായ ആളുകൾ എന്താണോ ചെയ്യുക അതന്നെ മജ്ദൂബും ചെയ്തും കൊണ്ടിരിക്കുന്നത്. ഒരു നിസ്കരിക്കൊന്നുമില്ല. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും നിസ്കരിച്ചില്ല, കുഴപ്പമില്ല. ബുദ്ധിബോധം ഉണ്ടല്ലോ നിസ്കരിക്കും നോമ്പെടുക്കുകയൊക്കെ വേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇത്രയും നേരം ഞാനിത് വിശദീകരിച്ചത് പല ആളുകളും പറയാറുണ്ട് CMനെ ഇങ്ങനെ കുറ്റം പറയരുത്, CMനെ മോശമായി പറയരുത് എന്നൊക്കെ പറയുന്ന ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത്, CMനെ ഇവരിങ്ങനെ ഇല്ലാത്ത വമ്പും പറഞ്ഞിട്ട് വല്ലാത്ത പോരിശയും പറഞ്ഞിട്ട് ഇങ്ങനെ ഏറ്റി താങ്ങി നടക്കുമ്പോൾ അത് അല്ല എന്ന് പറയാൻ നമുക്കത് തിരുത്തി പറഞ്ഞേ പറ്റൂ. മാനസിക രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരാളെ മാനസിക ആശുപത്രിയിലോ അല്ലെങ്കിൽ നല്ല ഒരു മാനസിക രോഗ വിദഗ്ധനെയോ കാണിക്കേണ്ട സാഹചര്യത്തിൽ അത് കാണിക്കാതെ മൂപ്പൻ്റെ വീട്ടിൽ മലച്ചെട്ടി കിടക്കുന്ന അവസ്ഥയിൽ മൂപ്പര് പറഞ്ഞ വിവരക്കേടുകൾ അതെടുത്തും കൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ പൊറോട്ടക്കെട്ടും കെട്ടിയിട്ട് പറഞ്ഞും കൊണ്ട് കിടക്കുമ്പോൾ അത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും അത് വിഷമം നേരിടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് അത് തിരുത്തി പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം നമ്മൾ മനസ്സിലാക്കിയ പഠിച്ച ഇസ്ലാം അത് ഇവർ പറയുന്നതിൽ നിന്ന് വിരുദ്ധമാണ്. യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവർ ഇത് പഠിച്ചിട്ട് ഈ പറയപ്പെട്ട ജൽപ്പനങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ ഇതാണ് ഇസ്ലാം എന്ന് കരുതിയിട്ട് ഒരിക്കലും അവരതിനെ ഇഷ്ടപ്പെടൂല, ആശ്ലേഷിക്കൂല, അത് സ്വീകരിക്കൂല എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, അതിൽ വലിയൊരു അപകടാവസ്ഥ കൂടിയുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, യുവാക്കൾ, അവർ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ അവർ മനസ്സിലാക്കിയ ദീനിൽ നിന്ന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ദീൻ വിട്ടു പോകുമ്പോൾ അവരെ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.